കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയൊരു സാധനമാണ് ഇത്. ഉപയോഗിക്കാൻ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാണുമ്പോൾ കാഴ്ചപ്പാടിൽ വലിയൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ ഇത് കംപ്ലീറ്റ് ആദ്യം അഴിച്ച് നോക്കുക. ഇതിൽ കണക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. 12 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട്. ഇതിൽ ഡ്രില്ലിൻ്റെ ഒരു സെറ്റപ്പാണിത്. പിന്നെ അതിൻ്റെ ഡ്രില്ല് അയച്ചെടുക്കാനുള്ള ബിറ്റ് എടുക്കാനുള്ള ഒരു ക്ലിപ്പൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് അഴിച്ചു വെക്കാം. എന്തായാലും സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് നല്ല അഴിച്ച് നോക്കി അറിയാം ഇതിൻ്റെ ലെവൽ എന്താണെന്ന്. അപ്പോൾ ഇത് വർക്കിംഗ് ആണോന്ന് ഇത് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാലും ഇതൊന്ന് അഴിക്കണം. ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ആദ്യം അഴിച്ചെടുത്താണ്. ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ 3 സ്ക്രൂ ഉണ്ടായിരുന്നു. 3 സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്ലിപ്പ് പോലെയാണ് സാധനം അഴിച്ചു പോകുന്നു കേട്ടോ. ഇതിൽ മോട്ടറുണ്ട്, അതുപോലെ ഒരു ബാറ്ററി. ഈ ബാറ്ററിക്ക് മെയിനായിട്ടൊരു ബാറ്ററി കംപ്ലൈൻ്റ് ആവാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. വേറെ കംപ്ലൈൻറ്റൊന്നും കാണാനില്ല. മോട്ടർ വർക്കിംഗ് ആവാം. ഈ ബാറ്ററി എത്ര വോൾട്ടാണ്? ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 12. എന്തെങ്കിലും വോൾട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്യാം. ഏകദേശം ബാറ്ററി കുറവ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ബാറ്ററി ഉണ്ടാവില്ല, അത്രയ്ക്ക് മോശം അവസ്ഥയിലാണ് ഈ സാധനം കിടക്കുന്നത്. ഒരു പോയിൻ്റ് പോലും ഇല്ല, സൂചി ഒന്നും ഇളക്കണ പോലും ഇല്ല. ഇനി ഇത് കണക്ഷൻ കൊടുത്തൊക്കെ എന്തായാലും കണക്ഷനൊക്കെ ഓക്കെ ആണെന്ന് വെച്ചാൽ ഇത് വർക്കിംഗ് ആവും. വർക്കിംഗ് ആയാൽ നമുക്ക് ചെറിയ സെറ്റപ്പ് അതുപോലെ ഗ്രൈൻഡ് ചെയ്യാനുള്ളതൊക്കെ ഇതിൻ്റെ മേലെ വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ക്ലിപ്പ് ഇടുക. ഇതൊരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ലോക്കുണ്ട്. ലോക്ക് ഓക്കെ. ഇനി ഇതിന് 12 വോൾട്ടിൻ്റെ ഒരു ചാർജറുണ്ട്, കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബാറ്ററിയുടെ കണക്ഷനും മറ്റുള്ള കാര്യങ്ങൾ, സ്വിച്ച് അതേപോലെ അതിൻ്റെ കണക്ഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്തുണ്ട്. ബാറ്ററി വെച്ചിട്ടുണ്ട്. ബാറ്ററി ആംബിയർ കുറവുള്ള ബാറ്ററിയാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് സെറ്റ് ചെയ്യണമെന്നില്ല. 2-3 സ്ക്രൂ ചെയ്യാണ്ട് അതിന് മുമ്പ് അത് കറക്റ്റായിട്ട് ഫിറ്റിങ് ചെയ്യാനാണ് പാട്. ഓക്കെ. ഇനി ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ പെട്ടെന്ന് പോരില്ല. ഇവിടെ സ്ക്രൂ ചെയ്യാണ്ട് ഇവിടെ 3 സ്ക്രൂ കൂടി ചെയ്താൽ ഓക്കെ. അപ്പോൾ ഇനി ചാർജ് ചെയ്ത് നോക്കുക. ബാറ്ററി ഓക്കെ ആവും. ബാറ്ററി അത്യാവശ്യം പവറുണ്ട്, എന്നാലും ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2-3 പ്രാവശ്യമായി പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ ഓർമ്മ വരും, അങ്ങനെ പറയാനാണ്. അപ്പോൾ ഓക്കെ, ബൈ. ചെറിയൊരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് 3.7 വോൾട്ടിൻ്റെ 2000 ഏകദേശം 1500 mAh ബാറ്ററി ഉണ്ടാവും. അപ്പോൾ അത് കണക്ട് ചെയ്ത് സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഡയോഡ് ഇട്ടുണ്ട്. ഇതിൽ 12 വോൾട്ട് കൊടുത്താലും 6 വോൾട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി സ്വിച്ച് ഇത് നമുക്ക് വർക്ക് ചെയ്യിച്ച് നോക്കാം. അത്യാവശ്യം വർക്കിംഗ് ആണ്. ഇനി ഇതിൽ ഫിറ്റിങ് ചെയ്യണം. ഫിറ്റിങ് ചെയ്ത് ഓക്കെ ചെയ്താൽ ബാക്കി വർക്ക് ഓക്കെ. അപ്പോൾ ഇതൊരു ചെറിയ കത്തിയൊക്കെ മൂർച്ചയാക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ഈ കണക്ഷൻ ഇവിടെ വെച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഡ്രില്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മൂർച്ചയാക്കാനും ഇതിനൊക്കെ പറ്റും. ഈ മോട്ടർ വെച്ചിട്ട് ഉപയോഗമില്ല.
ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇതിന് സൂട്ടാവും ചെയ്യും. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ ഫിറ്റിങ് ചെയ്യുക.